ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വിക്രമിൻ്റെയും വേദിയുടെയും നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പം രാവിലെ നമ്മുടെ സേതുവിൻ്റെയും പല്ലവിയുടെയും കഥ റിയൽ വിശേഷം എഴുതുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ കയറി കാണുവാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വൈകിട്ട് നമ്മൾ വിക്രമിൻ്റെയും വേദയുടെയും പ്രൊമോ വിശേഷമാണ് ഇടുന്നത്. അപ്പം നാളത്തെ പ്രൊമോ വിശേഷം നമ്മളിപ്പം എന്തായാലും വിക്രമിൻ്റെ ജീവിതം വളരെ പരിതാപകരമാകുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കാൻ സ്ത്രീപീഡനത്തിൻ്റെ പേരിലാണ് നമ്മുടെ വിക്രമിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ വേദയുടെ സഹോദരനായ ശ്രീകാന്തിൻ്റെ തന്ത്രമാണ് എന്ന് നാളത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് മനസ്സിലാകും. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന നമ്മുടെ ഈ വാർത്ത കേട്ട്, ഈ വിക്രമിനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത കേട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന നമ്മുടെ വേദയുടെ സഹോദരനെയാണ് കാണുന്നത്. എന്നാൽ വേദയുടെ അച്ഛൻ ഇതിനൊന്നും ഭാഗമാക്കാവുന്നില്ല. അറിഞ്ഞോണ്ടല്ല, വേദയുടെ അച്ഛൻ അറിയാതെ ശ്രീകാന്ത് ചെയ്യുന്ന ചതിക്കുഴികളാണ് ഈ വിക്രമിനെ ഇങ്ങനെ ഒരു പീഡന കേസിൽ സമൂഹത്തിൽ ഒന്നുമല്ലാതാക്കുവാൻ, അല്ലെങ്കിൽ വേദ വിക്രമിനെ വെറുക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചതിക്കുഴിയിൽ വീണുപോയ വിക്രമിനെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസുകാരൻ എന്തായാലും വിക്രമിനോട് വലിയ വൈരാഗ്യമുള്ളതാണ്. അതിങ്ങനെ നാളത്തെ എപ്പിസോഡിൽ കാണുന്ന വിക്രമിനെ പോലീസ് സ്റ്റേഷനിൽ ഇട്ട് അതിക്രൂരമായി മർദ്ദിക്കുകയും അതുപോലെ തൻ്റെ പേരിൽ വലിയ ജാമ്യം പോലും കിട്ടാത്ത വകുപ്പുകൾ ചേർത്ത് കോടതിയിൽ ഹാജരാക്കുവാനുള്ള ശ്രമമാണ്. അതിനു മുമ്പ് കൈ കെട്ടിയ വിക്രമിനെ മാക്സിമം അവർ ഇടിച്ച് പിഴിയുന്ന ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനിടയിൽ വമ്പൻ ട്വിസ്റ്റായിട്ട് നമ്മുടെ വേദ ചില രക്ഷാകരങ്ങളുമായി, അല്ലെങ്കിൽ വേദ വിക്രമിനെ രക്ഷിക്കുവാൻ വേണ്ടി പോകുന്ന ചില രംഗങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. അതിൽ ഉപരിയായിട്ട് നാളത്തെ സങ്കടകരമാകുന്ന അവസ്ഥ നമ്മുടെ മാഷിൻ്റെ ജീവിതം, മാഷ് വളരെ പൊട്ടിക്കരയുന്ന ചില സാഹചര്യങ്ങളിലേക്ക് വരിക. കാരണം ഈ വിക്രമിനെ അറസ്റ്റ് ചെയ്ത ശ്രീപീഡന കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത ആ നാട്ടിൽ മുഴുവൻ അറിയുകയും മാത്രമല്ല പത്രമാധ്യമങ്ങളിലൂടെയും മീഡിയയിലൂടെയും ഒക്കെ വിക്രമിൻ്റെ ഫോട്ടോയും പേരുമൊക്കെ വിശദീകരിച്ച് ആ ഒരു വലിയ വാർത്തയാകിയ ഈ വാർത്ത പെട്ടെന്ന് തന്നെ നമ്മുടെ വിക്രമിൻ്റെ ചേട്ടൻ തന്നെ ഇത് തൻ്റെ അച്ഛനായ മാഷിൻ്റെ കാണിക്കുകയും മാഷിനോട് പറയുകയാണ്, അവൻ്റെ പടം സഹിതമാണ് ഈ പ്രാവശ്യം പടം വന്നിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും സംഭവിച്ചതുപോലെയല്ല, അടിപിടി കേസല്ല ഇത്, നമ്മുടെ മാനം പോകുന്ന രീതിയിലുള്ള ഒരു കേസായിപ്പോയി. അത് മാത്രമല്ല പത്രമാധ്യമങ്ങളിലെല്ലാം തന്നെ വിക്രമിൻ്റെ ഫോട്ടോ സഹിതം ഉണ്ട് എന്ന് പറഞ്ഞ് വിക്രമിൻ്റെ അച്ഛനായ മാഷിനെ കാണിക്കുമ്പോൾ മാഷ് തകർന്നു പോവുകയാണ്. മാഷൊക്കെ പൊട്ടിക്കരയോട്ടോ. കാരണം രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അവാർഡ് മേടിച്ച ആ വ്യക്തിയുടെ മകൻ സ്ത്രീപീഡന കേസിൽ പ്രതിയായല്ലോ എന്നോർത്ത് സമൂഹത്തിൻ്റെ മുൻപിൽ ഇനി ഇറങ്ങി നടക്കുവാൻ പറ്റുമോ, ആളുകളെ എങ്ങനെ അഭിസംബോധന ചെയ്യും എന്ന് പോലും അറിയാതെ ആ വീട്ടിനുള്ളിൽ വലിയൊരു നിലവിളി, അല്ലെങ്കിൽ മാഷ പൊട്ടിക്കരയുമ്പോൾ അതുപോലെ കമലയും അതുപോലെ മറ്റെല്ലാവരും സങ്കടം സഹിക്കുവാൻ കഴിയാതെ നിൽക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ മാഷ് പറയാണ്, ഇങ്ങനെ പത്രം വലിച്ചെറിഞ്ഞിട്ട് പറയാണ്, എല്ലാ കഥകളും ജനലുകളൊക്കെ അടച്ചിട്, ഇനിയിപ്പം നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാക്കിയില്ലേ നിങ്ങളുടെ മോൻ, നമ്മുടെ പൊന്നാര മോൻ. അതുകൊണ്ട് ആരും ഇനി ഇങ്ങോട്ട് വന്ന വിശേഷങ്ങൾ ചോദിക്കാതെ നമുക്ക് പുറത്തിറങ്ങുവാൻ പറ്റാതെ വാതിലും കഥകളൊക്കെ അടച്ചിടാൻ പറയുമ്പോൾ നമ്മുടെ വേദ പറയാം, വേണ്ട, അതിൻ്റെ ഒന്നും കാര്യമില്ല, ജനലും കഥകളൊക്കെ തുറന്നിടണം, നമ്മൾ പതിവ് പോലെ വെളിയിലിറങ്ങണം, കാരണം ഇതിൻ്റെ അകത്തെ ചതിക്കുഴി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം എന്ന് പറയുകയും അങ്ങനെ വേദയുടെ വാക്ക് ആദ്യമൊക്കെ മാഷ് അംഗീകരിക്കുന്നില്ലെങ്കിലും വേദയുടെ മനസ്സിൽ എന്തോ ലക്ഷ്യമുണ്ട് എന്ന് മാഷിന് മനസ്സിലാവുക. അങ്ങനെ ഒടുവിൽ വേദ ഈ ചതിക്കുഴിയെക്കുറിച്ച്, അല്ലെങ്കിൽ വിക്രമിനെ ആരോ ചതിച്ചതാണ് എന്ന് മനസ്സിലാക്കി ആ പ്രതികളെ കണ്ടുപിടിക്കുവാൻ, അല്ലെങ്കിൽ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കുവാൻ ഇതിൻ്റെ ഈ രമ്യ എന്ന പെൺകുട്ടിയുടെ അടുക്കൽ ചെല്ലുകയും അങ്ങനെ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുകയും അങ്ങനെ വിക്രം ഇതിൻ്റെ അകത്ത് ഈ ചതിക്കുഴിയിൽ വീണു പോയതാണെന്ന് മനസ്സിലാക്കി കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ വേദ എല്ലാ സത്യങ്ങളും തിരിച്ചറിയുന്ന ചില ഭാഗങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ വേദ വിക്രമിനെ ആ സ്ത്രീപീഡന കേസ് ഒരു കെട്ടിച്ചമച്ച ഒരു ചതിക്കുഴിയാണ് എന്ന് കോടതിയിൽ പ്രൂഫ് ചെയ്യുവാൻ വേണ്ടി ചില പുതിയ തീരുമാനങ്ങളും പുതിയ ചില ലക്ഷ്യവുമായിട്ട് ഇറങ്ങുന്നതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡ് കാണാം. എന്തായാലും ഇത് പ്രൊമോ വിശേഷമാണ്. റിയൽ വിശേഷങ്ങളുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.